ഈ അത്യന്ത ശക്തി എന്തിനാണ് നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നതെന്ന് അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കണം. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അരുളി ചെയ്ത ദൈവം, അടുത്ത ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് എവിടെ പ്രകാശിക്കുന്നു? മൺകൂടാരത്തിലെ അവിടെ എഴുതിയിരിക്കുന്ന മൺകൂടാരം 7-ാം അധ്യായം 8-ാം വാക്യം മൺകൂടാരമാണെങ്കിൽ 6-ാം അധ്യായത്തിൽ പച്ചക്ക് എഴുതിയിരിക്കുക എൻ്റെ ഹൃദയത്തിൽ. എന്തിനാണ് ഹൃദയത്തിൽ ഇത് പകർന്നിരിക്കുന്നത്? ദൈവപുത്രൻ്റെ തേജസ്സിൻ്റെ, ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്. എന്നെ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ്, യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്കൊന്ന് വിളങ്ങേണ്ടതിന്. ഒരാമേൻ പറഞ്ഞേ. അങ്ങനെ വിളങ്ങുമോ? യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ് നമ്മളിൽ വിളങ്ങുമോ? പഴയ നിയമത്തിൽ നിന്ന് പറയാം, ഒരിക്കൽ മോശ പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം. ഒരു ടോയ്ക്ക് വേണ്ടി കരയുന്ന ഒരു കുഞ്ഞിനെ പോലെ, ഒരു ഉടുപ്പിന് വേണ്ടി കരയുന്ന ഒരു കുഞ്ഞിനെ പോലെ, അപ്പൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് പപ്പ വാങ്ങിച്ചതാ എന്ന് പറഞ്ഞ് കരയുന്നൊരു കുഞ്ഞിനെ പോലെ മോശ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് അങ്ങേന്ന് കാണണം. കാരണം സീനായിൽ ഞാൻ തീ പോലെയാ കണ്ടത്. പലപ്പോഴും ഞാൻ ശബ്ദമേ കേട്ടിട്ടുള്ളൂ, പക്ഷെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ അങ്ങനെ നിന്നെ ഇപ്പോൾ അനുവദിച്ചാൽ പപ്പടം പൊള്ളുന്നത് പോലെ നീ പൊള്ളിപ്പോകും. പപ്പടം പൊള്ളുന്നത് പൊള്ളിപ്പോകും. കാരണം എൻ്റെ അടുക്ക നിനക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നിർബന്ധം സഹിക്കാൻ വന്നപ്പോൾ അവിടെ എഴുതിയിട്ടില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, ഞാൻ ചിന്തിച്ച കൂട്ടത്തിൽ ചിന്തിച്ചൊരു ഭാഗം പറയാം. മോശ പറഞ്ഞു കാണും, കർത്താവെ ചാകുന്നെങ്കിൽ നിന്റെ പാദവടത്തിൽ കിടന്നല്ലേ ചാകുന്നേ, എന്നാലും വേണ്ടിയില്ല, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഈ ഒറ്റ പദത്തിൻ്റെ മുമ്പിൽ ദൈവം മനസ്സലിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കേരളം പർവ്വതത്തിൽ അവിടെ ചെന്നിരിക്കുക. 1-2 ദിവസമല്ല, 40 ദിനരാത്രങ്ങൾ അവിടെ ഇരുന്നു. യോശുവ താഴെ നിപ്പുണ്ട്. പക്ഷെ 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് അവിടെ ഇറങ്ങി വരുന്നൊരു മോശയെ പാളയത്തിലെ ജനം കണ്ടത് മുഖത്ത് തുണിയിട്ട് മറച്ച കാണുന്നത്. കാരണം ആ ദൈവ തേജസ് മോശയുടെ മുഖത്ത് തിളങ്ങി നിൽക്കുകയാ. ഇന്ന് രാവിലെ ആത്മാവി പറയാ, ആരാധിക്കുന്ന നിന്റെ മുഖത്ത് ആ തേജസ് വിളങ്ങി നിൽക്കട്ടെ. അത് പ്രതിബിംബിക്കുന്നതാണ്. ഒരു കണ്ണാടിയിലേക്ക് വെട്ടമടിച്ചിട്ട് അത് മറ്റൊരു പൊസിഷനിലേക്ക് പ്രതിബിംബിക്കുന്നത് പോലെ സ്വർഗത്തിലെ ആത്മാവ് പറയുക, നിന്റെ ഉള്ളിലിട്ടിരിക്കുന്ന ഈ ആത്മാവ്, ദാനമായ ആത്മാവ്, നിന്റെ മൺകൂടാരത്തിലിട്ടിരിക്കുന്ന ആത്മാവ് എന്തിനാണെന്ന് ചോദിച്ച 10 പൈസ ഉണ്ടാക്കാനല്ല. ഓ ജീസസ്, ഹല്ലേലൂയ. ആമേ, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭൗതിക നേട്ടങ്ങൾ സമ്പാദിച്ചു കൂട്ടാനല്ല. പിന്നെ എന്തിനാണ്? ദൈവത്തിന്റെ ഇഷ്ടം, പുത്രന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആ ദിവ്യ തേജസ്. എത്ര പേർ ചേർന്ന് സ്വോത്രം ചെറിയ ആ ദൈവത്തിന്റെ പുത്രന്റെ മുമ്പിൽ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ദിവ്യ തേജസ് എന്നിലേക്കൊന്ന് വരാ. ഏൽപ്പിച്ചു കൊടുത്ത് സ്വോത്രം ചെയ്യുക. ഇന്ന് പകൽ ആ ദൈവ തേജസ് നിന്നിലേക്ക് വന്ന നീ ചെല്ലുന്നിടതെല്ലാം പ്രകാശിക്കും. ഇരുട്ടുകൾ വഴിമാറാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, സഭ ഉണ്ടാക്കാനും പാർട്ടി ഉണ്ടാക്കാനും ഒന്നും അല്ല. ഈ കൂടാരത്തിനകത്ത് ഈ ശക്തി പകർന്നിരിക്കുന്നത് ആ തേജസ് നമ്മളിലേക്ക് വരാനാ. ഒരാമേൻ പറ. ആ തേജസ് നമ്മളിലേക്ക് വന്നുള്ള ഗുണം എന്താ ചോദിച്ചാ, ഈ തേജസ്സുമായിട്ട് നാം നടക്കുമ്പോൾ നമ്മുടെ മുഖത്ത് തെളിയുന്ന ആ തേജസ് ഉണ്ടല്ലോ, ക്രിസ്തുവിന്റെ തേജസ്, ഏത് അന്ധകാരത്തിനകത്ത് കയറി ചെന്നാലും അവിടേക്ക് അങ്ങ് പ്രകാശിക്കുകയാ. ഇരുട്ടിനകത്ത് കയറിയാലും പ്രകാശിക്കും. ഒരു ടോർച്ച് അടിച്ചുകൊണ്ട് ഏത് ഉൾമുറി കയറിയാലും ആ ഇരുട്ട് മാറുന്നത് പോലെ തമ്പുരാന്റെ തേജസ് എന്നിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ തേജസ്സുമായി ഇരുളടഞ്ഞ എൻ്റെ വീടിനകത്തേക്ക്, വഴിമുട്ടി നിൽക്കുന്ന എൻ്റെ സാഹചര്യത്തിലേക്ക്
ഏൽപ്പിച്ചു കൊടുത്ത് സ്വോത്രം ചെയ്യുക. തലമുറയെ ബന്ധിക്കുന്ന, കുടുംബത്തെ ബന്ധിക്കുന്ന, ജീവിതത്തെ ബന്ധിക്കുന്ന, സമാധാനത്തെ ബന്ധിക്കുന്ന, ജോലിയെ ബന്ധിക്കുന്ന, ആരോഗ്യത്തെ ബന്ധിക്കുന്ന സകല ഇരുട്ടിന്റെ വ്യാപാര ശക്തിക്കകത്ത് ദൈവത്തിന്റെ തേജസ് കൊണ്ട് തെളിഞ്ഞു വരേണ്ടതിന് കരമടിച്ചു ശബ്ദം ഉയർത്തി ആത്മസാന്നിധ്യത്തെ ഈ തേജസ്സുമായി വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ. പുത്രന്റെ മുഖത്ത് തെളിയുന്ന തേജസ് ഇന്നു പകൽ നിന്റെ മുഖത്ത് തെളിയുമ്പോ ഈ മുഖം എവിടൊക്കെ ചെല്ലുന്നോ അവിടെല്ലാം പ്രകാശം. ഇരുട്ടിന്റെ വ്യാപാര ശക്തി അഴിഞ്ഞു മാറുകയാ. നീ ചെല്ലുന്നിടത്ത് പ്രകാശ്, നീ കാല് ചവിട്ടിടത്ത് പ്രകാശ്. നിന്റെ മുഖം തെളിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ക്രിസ്തുവിന്റെ പ്രകാശം നിന്റെ മുഖത്ത് വന്നിട്ടില്ലെന്നോ.